ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്ന സ്ഥലം. സൗഹൃദ മത്സരത്തിനപ്പുറത്തേക്ക് പിന്നെ സംസ്ഥാനം തന്നെ ഇത് മാറും എന്നുള്ളതാണ് CPM-ന്റെ ഒരു വിലയിരുത്തൽ. പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും പറയുന്നു. പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? എളുപ്പത്തിലായി ആര് മത്സരിച്ചാലും LDF-ന് വിജയിക്കാൻ പറ്റുന്ന മണ്ഡലം എന്നാണ് ടീച്ചർ പറഞ്ഞത്. 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് ഇവിടെയുണ്ട്. ടീച്ചറെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് UDF LDF-ന്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത്, ഇപ്പോൾ 6 പഞ്ചായത്ത്. ടീച്ചർ ഒരു വ്യക്തിത്വം കൂടി ഉണ്ട് ഇതിനകത്ത്. KK ശൈലജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾ തമ്മിൽ 11-ൽ ഒരു മത്സരം നടന്നു. മിത മത്സരം കൊണ്ട സ്ഥാനാർത്ഥി അതിനേക്കാൾ ജയിക്കാൻ നമുക്കങ്ങനെ സണ്ണി ജോസഫ് KK ശൈലജ ക്ലാസിക് പോരാട്ടം പേരാവൂരിൽ കാണാൻ കഴിയുമോ? പൊതുവൊരു ഇമേജ് ഉണ്ട്, ഒരു വലിയ കോവിഡ് കാലത്തൊക്കെ കേരളത്തെ മുന്നോട്ട് നയിച്ചൊരു 2006 AD മുസ്തഫേനെ പരാജയപ്പെടുത്തിയെടുത്ത ആളാണ്. 2011 തോക്കുന്നതിന് മുൻപ് അങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. 11-ൽ തോറ്റു, പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റു. അതുകൊണ്ട് അത് കൂടെ കൂട്ടി വായിക്കാം നമുക്ക്. ശരി, കാണാം. ശക്തമായ മത്സരം. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് CPM പാർട്ടിയല്ലേ? ശരി, കാണാം.